ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റുമിന്ന് വിവരങ്ങളുടെ ഒരു പ്രളയം തന്നെയുണ്ട്, അല്ലേ? പക്ഷേ പ്രശ്നമതല്ല, നമ്മുടെ ശ്രദ്ധയാണെങ്കിലോ ഒരു തുള്ളി വെള്ളത്തിൽ പോലും ഒതുങ്ങുന്നുമില്ല. എന്നാൽ ഈ ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരം ഒരു 70 വർഷം പഴക്കമുള്ള ലേഖനത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? അതെ, 1952 ഈ ജ്ഞാനം ഇന്നത്തെ നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഈ ഒരു അനുഭവം സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും, അല്ലേ? മണിക്കൂറുകളോളം ഒരു പുസ്തകത്തിനു മുന്നിലിരുന്നിട്ട് അവസാനം എന്താണ് വായിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും ഓർത്തെടുക്കാൻ പറ്റാത്ത ആ ഒരു നിരാശ. വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് നമ്മുടെ ഓർമ്മയുടെ കുഴപ്പമൊന്നുമല്ല, മറിച്ച് നമ്മുടെ വായനാരീതിയിലുള്ള ഒരു ചെറിയ പിഴവാണ്. ഈ പഴയ ലേഖനം വായനക്കാരെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ആദ്യത്തെ ആള് ഒരു കുതിക്കുന്ന കുതിരയെ പോലെയാണ്. കണ്ണുകൾ പേജുകളിലൂടെ അതിവേഗം പാഞ്ഞുപോകും, പക്ഷെ മനസ്സോ അത് വേറെ എവിടെയോ അലഞ്ഞു നടക്കുകയായിരിക്കും. രണ്ടാമത്തെ ആളാണ് നമ്മളാകാൻ ശ്രമിക്കുന്നത്, ശ്രദ്ധയോടെ വായിക്കുന്നയാള്. അവർ ഓരോ വാക്കും ആസ്വദിച്ച് ആഴത്തിൽ ചിന്തിച്ചു വായിക്കുന്നു. അപ്പോൾ ആ രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് നമുക്ക് എങ്ങനെ മാറാൻ കഴിയുമെന്ന് പഠിക്കാം. നമ്മുടെ വായനാശീലങ്ങളെ അടിമുടി മാറ്റാൻ സഹായിക്കുന്ന ഒരു 5 ഘട്ടങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകാൻ പോകുന്നത്. ആദ്യം നമ്മൾ പ്രശ്നം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയും. പിന്നെ അറിവ് എങ്ങനെ ശരിക്കും ഉള്ളിലേക്ക് എടുക്കാമെന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനുമുള്ള വഴികൾ പഠിക്കും. അവസാനം ഇതൊരു ജീവിതചര്യയാക്കാനുള്ള വഴിയും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഇതാണ് നമ്മുടെ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ്. എന്തുകൊണ്ടാണ് വായിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ നിൽക്കാത്തത്? അതിന്റെ മൂലകാരണം നമുക്ക് കണ്ടെത്താം. ഈ ലേഖനം ഇതിനെ വളരെ രസകരമായിട്ടാണ് വിളിക്കുന്നത് മാനസികമായ അലസത. അതായത് നമ്മുടെ മനസ്സ് ചിന്തിക്കാൻ ഒരു മടി കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരു പുസ്തകം വളരെ വേഗത്തിൽ വായിച്ചു തീർക്കുമ്പോൾ നമ്മൾ എന്തോ വലിയ കാര്യം സാധിച്ചു എന്നൊരു തോന്നലുണ്ടാകും, അല്ലേ? പക്ഷെ സത്യം അതല്ല. ആ അറിവ് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നതിനു പകരം വെള്ളത്തിൽ വരച്ചൊരു വര പോലെ മാഞ്ഞുപോകും. കാരണം വളരെ സിമ്പിളാണ്. നമ്മുടെ കണ്ണുകളുടെ വേഗതയ്ക്കൊപ്പം ചിന്തിക്കാനും അത് ഗ്രഹിക്കാനും നമ്മുടെ മനസ്സിന് സമയം കിട്ടുന്നില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് നമുക്ക് പിടികിട്ടി. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം. വായിക്കുന്ന കാര്യങ്ങൾ വെറുതെ കണ്ണോടിച്ചാൽ പോരാ, അത് ദഹിക്കണം. ദഹിക്കാത്ത ഭക്ഷണം ശരീരത്തിനൊരു ഊർജവും നൽകാത്തതുപോലെ ദഹിക്കാത്ത അറിവ് മനസ്സിനൊരു ഭാരം മാത്രമാണ്. അപ്പോൾ അറിവിനെ നമ്മുടെ ഒരു ഭാഗമാക്കുന്ന ആ കലയെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ താക്കോൽ, മനനം. ലളിതമായി പറഞ്ഞാൽ വായിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന പ്രക്രിയയാണിത്. ഒരാശയം വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സ്വന്തം വാക്കുകളിലൊന്ന് ചിന്തിച്ചു നോക്കുക, അതിന് ചോദ്യം ചെയ്യുക, അങ്ങനെ ആ അറിവിനെ നമ്മുടെ സ്വന്തമാക്കി മാറ്റുക. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? അടുത്ത തവണ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു 2-3 പേജ് കഴിഞ്ഞാല് പുസ്തകമൊന്ന് അടച്ചുവെച്ചിട്ട് സ്വയം ചോദിക്കുക, ഓക്കെ, ഞാനിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? ഒരു വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഒരു മടിയും വിചാരിക്കരുത്, ആ ഭാഗം ഒന്നുകൂടി വായിക്കാം. ആ അറിവ് മനസ്സിൽ ഉറയ്ക്കുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കാം. പ്രശസ്തനായ തോമസ് ഹോബ്സിന്റെ ഈ വാക്കുകൾ കേൾക്കൂ. എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നതിലല്ല കാര്യം, മറിച്ച് വായിച്ച കാര്യങ്ങൾ എത്രമാത്രം നമ്മൾ ചിന്തിച്ചു, ദഹിപ്പിച്ചു എന്നതിലാണ്. ഇതിനെയാണ് യഥാർത്ഥ മാനസിക ദഹനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിക്കാൻ പഠിച്ചു. ഇനി അടുത്ത പടിയിലേക്കും പോകാം. വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പലപ്പോഴും ഓരോ ലോകത്തായിരിക്കും, അല്ലേ? അപ്പോ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഈ മനസ്സിനെ എങ്ങനെ വായനയിൽ പിടിച്ചിരുത്താമെന്ന് നമുക്ക് നോക്കാം. ധ്യാനാവസ്ഥിതി. ഈ വാക്ക് കേട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ നല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണുമ്പോൾ പൂർണ്ണമായി അതിൽ മുഴുകിയിരുന്ന് ചുറ്റും നടക്കുന്നതറിയാറില്ലല്ലോ. അതുപോലെ വായനയിൽ പൂർണ്ണമായി ലയിക്കുന്ന ഒരവസ്ഥയാണിത്. ഈ ഒരു ഏകാഗ്രതയോടെ വായിക്കുമ്പോൾ ഓരോ അറിവും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും, ഉറപ്പാണ്. ഇത് നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള കാര്യമാണ്. കണ്ണുകൾ പുസ്തകത്തിലായിരിക്കും, പക്ഷെ മനസ്സോ വീട്ടിലെ കാര്യങ്ങൾ, ഓഫീസിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നാളത്തെ പ്ലാനുകൾ, അങ്ങനെ പലതും ചിന്തിക്കുകയായിരിക്കും. ഈ ഒരു അലച്ചിലിന് വളരെ ലളിതമായ ഒരു പരിഹാരമുണ്ട്. അടുത്ത തവണ വായിക്കാനിരിക്കുമ്പോൾ ഒരു ചെറിയ നോട്ട്പാഡ് കയ്യിൽ കരുതുക. മനസ്സ് അലഞ്ഞു പോകുമ്പോൾ ആ ചിന്ത എന്താണോ അത് പെട്ടെന്ന് ആ പാഡിൽ കുറിച്ചിടുക. ഉദാഹരണത്തിന്, അവനെ വിളിക്കണം, ആ ഇമെയിൽ അയക്കണം എന്നിങ്ങനെ. ആ ചിന്തയെ അവിടെ പാർക്ക് ചെയ്യുന്നതോടെ മനസ്സ് വീണ്ടും ശാന്തമാകും. നമുക്ക് പൂർണ്ണ ശ്രദ്ധയോടെ വായനയിലേക്ക് മടങ്ങിവരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അറിവ് ദഹിപ്പിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠിച്ചു. ഇനി
പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഓർമ്മയിൽ എന്നേക്കുമായി സൂക്ഷിക്കാമെന്ന് നോക്കാം അല്ലേ? നമ്മുടെ ഓർമ്മശക്തിയെ ഒരു കോട്ട പോലെ ബലപ്പെടുത്താനുള്ള ചില പ്രായോഗിക വഴികളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡെയിൽ കാർനെഗിയുടെ ഈ ഉപദേശം സജീവമായ വായനയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വായന വെറുമൊരു കാഴ്ചയല്ല, അതൊരു പ്രവൃത്തിയാണ്. പുസ്തകവുമായി ഒരു സംഭാഷണത്തിലേർപ്പെടുന്നതുപോലെയാവണം നമ്മുടെ ഓരോ വായനയും. പ്രധാനപ്പെട്ട ആശയങ്ങൾക്ക് അടിവരയിടുമ്പോഴും സംശയങ്ങൾ വാക്കുകളിൽ കുറിച്ചിടുമ്പോഴും നമ്മൾ ശരിക്കും പുസ്തകത്തോട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പുസ്തകം നമ്മുടേതു മാത്രമായി മാറുന്നു. പിന്നീട് എപ്പോഴെങ്കിലും അത് വീണ്ടും വായിക്കുമ്പോൾ മണിക്കൂറുകൾ വേണ്ടിവരില്ല, ആ അടയാളങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതിയാകും. മഹാനായ ചിന്തകർ അവരുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ എത്രമാത്രം വിലമതിച്ചിരുന്നു എന്ന് നോക്കൂ. നല്ല ആശയങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഒരു മിന്നായം പോലെ വന്നുപോകാം. അവയെ അപ്പോൾ തന്നെ പിടിച്ചെടുക്കാൻ ഒരു പേനയും നോട്ട്ബുക്കും എപ്പോഴും കയ്യിൽ കരുതുന്നത് വളരെ നല്ലൊരു ശീലമാണ്. ഇപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ പഠിച്ച ഈ നല്ല ശീലങ്ങളെല്ലാം എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം, ഒരു അനുഷ്ഠാനം പോലെ എങ്ങനെ കൊണ്ടുനടക്കാം എന്ന് നമുക്ക് നോക്കാം. നിരന്തരമായ പുനരാവലോകനത്തിലൂടെയും ആത്മപരിശോധനയിലൂടെയും മാത്രമേ ഇത് സാധ്യമാകൂ. മറവി മനുഷ്യസഹജമാണ്. അതിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ചിട്ടയായ ഒരു പുനരവലോകനമാണ്. ഒരു കായികതാരം ദിവസവും പരിശീലിക്കുന്നതുപോലെ നമ്മൾ നേടിയ അറിവിനെയും നമ്മൾ പരിപാലിക്കണം. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് അന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക. ആഴ്ചയിലൊരിക്കൽ മുറിവുറുക. മാസത്തിലൊരിക്കൽ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊന്ന് മറിച്ചുനോക്കുക. അറിവ് എത്രത്തോളം ആഴത്തിൽ നമ്മളിൽ പതിഞ്ഞു എന്ന് മനസ്സിലാക്കാനുള്ള അവസാന പരീക്ഷണമാണിത്. നമ്മൾ പഠിച്ചൊരു കാര്യം മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിൽ നമുക്കുള്ള സംശയങ്ങൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് സ്വയം പരീക്ഷിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ രത്നചുരുക്കം ഈ 4 കാര്യങ്ങളാണ്: മനനം, ധ്യാനാവസ്ഥിതി, സജീവമായ രേഖപ്പെടുത്തൽ, പിന്നെ ചിട്ടയായ പുനരവലോകനം. ഈ 4 തൂണുകളിൽ ഉറപ്പിച്ചു നിർത്തിയാൽ നമ്മുടെ വായന വെറുമൊരു നേരം പോക്കല്ലാതായി മാറും. അതൊരു ജ്ഞാനസമ്പാദനമായി മാറും. ഈ അറിവ് വെറുതെ കേട്ടുപോകാൻ മാത്രമല്ലതല്ല, പ്രാവർത്തികമാക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വായനയുടെ അനുഭവം മാറ്റിമറിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ പുതിയ രീതിയിൽ വായിക്കാനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ആദ്യത്തെ പുസ്തകം ഏതായിരിക്കും? ചിന്തിക്കുക, വായിക്കുക, വളരുക.